കെമിക്കൽ ബോണ്ടിങ്ങിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ടോപ്പിക്ക് നമ്മൾ കെമിസ്ട്രിയിൽ പല ഭാഗങ്ങളിലായിട്ട് പറയും. അപ്പോൾ വളരെയധികം അപ്ലിക്കേഷനുള്ള ഒരു സെക്ഷനാണ്. നന്നായി ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഓർഗാനിക് കെമിസ്ട്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മാഷി ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്നത്. ക്ലാസ് നന്നായി ശ്രദ്ധിക്കുക. ഞാൻ ഒരു കോമ്പൗണ്ടിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ബെൻസീൻ്റെ ഫോർമുല എന്താണ് കുഞ്ഞോളെ? യെസ്, എന്താണ്? C6H6 അല്ലെ? C6H6 is the formula of benzene. ഈ ബെൻസീനിന്റെ ലൂയിസ് സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫോർമുല നമുക്ക് പറഞ്ഞു തന്ന സയന്റിസ്റ്റ് ആണ് കെക്കുളെ. എന്താണ് ബെൻസീന്റെ സ്ട്രക്ചർ? 6 കാർബൺ ആറ്റവും 6 ഹൈഡ്രജൻ ആറ്റവും ഉള്ള ബെൻസീന് ഒരു റിംഗ് സ്ട്രക്ചർ അസൈൻ ചെയ്ത ആളാണ് കെക്കുളെ. ഈ കെക്കുളയുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. 6 കാർബൺ ഒരു ഹെക്സഗണിന്റെ 6 കോണേഴ്സിലായിട്ട് അറേഞ്ച് ചെയ്യുന്നു. കേൾക്കാൻ? 6 കാർബൺ ഒരു ഹെക്സഗണിന്റെ 6 കോണുകളായിട്ട് അറേഞ്ച് ചെയ്യുന്നു. ആ 6 കാർബൺ ആറ്റങ്ങളെ ഓരോ സിംഗിൾ ബോണ്ടുകൾ വഴി ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഈച്ച് കാർബൺ ആറ്റംസ് കമ്പൈൻ ടുഗദർ ത്രൂ സിംഗിൾ ബോണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഓരോ കാർബൺ ആറ്റം ഓരോ ഹൈഡ്രജൻ ആറ്റവുമായിട്ട് പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടു. ഓക്കെ, ഓരോ കാർബൺ ഓരോ ഹൈഡ്രജൻ ആറ്റവുമായിട്ട് ഒരു സിംഗിൾ ബോണ്ട് വഴി ബന്ധിപ്പിക്കപ്പെട്ടു. ഇനി നിങ്ങൾക്കറിയാം കാർബണിന്റെ വാലൻസി 4 ആണ് എന്ന് പറഞ്ഞാൽ കാർബൺ ഒരേ സമയം 4 കോവാലന്റ് ബോണ്ടുകൾ ഫോം ചെയ്യാം. പക്ഷെ ഇവിടെ 1, 2, 3 ഓരോ കാർബൺ ആറ്റത്തിനും ചുറ്റും നിങ്ങൾക്ക് 3 ബോണ്ടുകൾ മാത്രമല്ലേ കാണുന്നുള്ളൂ. വാലൻസി പൂർണ്ണമായിട്ടില്ലല്ലോ. അപ്പോൾ എപ്പോഴും എന്താ പറഞ്ഞെന്ന് അറിയാവോ? വാലൻസി 4 ആണ്. അതെങ്ങനെയാണെന്ന് അറിയാവോ? ഓരോ കാർബൺ ആറ്റത്തിന് 6 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഇങ്ങനെ ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഇപ്പൊ വാലൻസി 4 ആയി. എണ്ണി നോക്കിക്കോളൂ. എന്താണ്? 1, 2, 3, 4 1, 2, 3, 4 1, 2, 3, 4 അങ്ങനെ എല്ലാത്തിലും ഉണ്ട്. ഓക്കെ, ഇതാണ് ബെൻസീന്റെ സ്ട്രക്ചർ അക്കോർഡിംഗ് ടു കെക്കുളെ. അപ്പോ അങ്ങനെയാണെങ്കിൽ കാർബൺ റിംഗിൽ ഇതിന്റെ പേരാണ് ഹെക്സഗണൽ റിംഗ് അല്ലെങ്കിൽ ബെൻസീൻ റിംഗ്. 6 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് 3 ഡബിൾ ബോണ്ട് ഉണ്ട് എങ്കിൽ 3 ഡബിൾ ബോണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ. നോക്കിക്കോ, ഈ ഒരു സ്ട്രക്ചറും പോസിബിൾ അല്ലേ? നേരെ കേൾക്കണേ. ഇതാ ഈ ഒരു സ്ട്രക്ചറും പോസിബിൾ അല്ലേ? നിങ്ങൾ പറയണേ. 1, 2, 3, 4, 5, 6 കാർബൺ ആറ്റങ്ങൾ സിംഗിൾ ബോണ്ട് വഴി കമ്പൈൻ ചെയ്യപ്പെട്ടു. ഓരോ കാർബൺ ആറ്റവും ഹൈഡ്രജൻ ആറ്റവുമായിട്ട് സിംഗിൾ ബോണ്ട് വഴി കമ്പൈൻ ചെയ്യപ്പെട്ടു. ഇനി ആൾട്ടർനേറ്റീവ് ആയിട്ട് ഡബിൾ ബോണ്ട് വേണം. അതിങ്ങനെ ആവാൻ പാടില്ലേ? നോക്കോ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇങ്ങനെ ആയിക്കൂടെ? അതായത് ബെൻസീൻ എന്നുള്ള കോമ്പൗണ്ടിന് ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറൽ ഫോർമുല പോസിബിൾ ആണ്. കേൾക്കണം, ഇതും ബെൻസീനാണ്, ഇതും ബെൻസീനാണ്. ഓക്കെ, ഇത് ബെൻസീനാണ്, ഇത് ബെൻസീനാണ്. അതായത് ഒരു കോമ്പൗണ്ട് ബെൻസീൻ എന്ന് പറയുന്ന കെമിക്കൽ കോമ്പൗണ്ടിന് ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറൽ ഫോർമുല പോസിബിൾ ആണ്. പക്ഷെ പ്രശ്നം എന്തെന്നറിയാവോ? നിങ്ങളൊരു ഡൗട്ട്, ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട്, ഇത് തന്നെയാണോ ഇത്? അല്ലല്ലോ. ഇവിടെ ഞാൻ ഈ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6. ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളത് 1നും 6നും അടുക്കാണ്. ആ 1നും 6നും അടുക്ക് ഇവിടെ ഡബിൾ ബോണ്ട് ഇല്ല. ഓക്കെ, ഇവിടെ 1നും 2നും അടുക്ക് ഡബിൾ ബോണ്ട് ഇല്ല. ഇവിടെ ഉണ്ട്. ഈ കാർബൺ അല്ലല്ലോ, ഈ 2 കാർബൺ തന്നെയാണ് ഇവിടുത്തെ 2 കാർബൺ. ഇതേ 2 കാർബൺ അടുക്ക് ഇവിടെ ഡബിൾ ബോണ്ട് ഇല്ല, അവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പൗണ്ടും ആ കോമ്പൗണ്ടും ഒന്നാവാൻ പാടില്ല. കാരണം സിമിലർ ആറ്റങ്ങൾക്കിടയിൽ ഒരേപോലെ ഒരേ നേച്ചറിലുള്ള ബോണ്ട് അവിടെ കാണുന്നില്ലല്ലോ. പക്ഷെ ഇത് ബെൻസീനാണ്, അതും ബെൻസീനാണ്.
അതായത് ഒരേ കെമിക്കൽ കോമ്പൗണ്ടിന് ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറുകൾ. ഓക്കെ, ഈ പ്രത്യേകത എന്താണെന്നറിയാവോ? ഇനി ബെൻസീന്റെ ചില പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഈ സ്ട്രക്ചർ വേണം. ചില പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഈ സ്ട്രക്ചർ വേണം. അതായത് ഒറ്റ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് ബെൻസീൻ എന്ന സിംഗിൾ കോമ്പൗണ്ടിന്റെ എല്ലാ പ്രോപ്പർട്ടീസും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഞാൻ പറഞ്ഞ പോയിന്റ്, ഞാൻ കാര്യത്തിലേക്ക് വരാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു കോമ്പൗണ്ടിന് ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറൽ ഫോർമുല അസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. പിന്നെ അതേസമയം ആ സ്ട്രക്ചറൽ ഫോർമുലയിൽ ഒരു സ്ട്രക്ചറൽ ഫോർമുല ഉപയോഗിച്ചിട്ട് മാത്രം ആ കോമ്പൗണ്ടിന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുമില്ല. ഇനി വേറെയും പ്രശ്നങ്ങളുണ്ട്. അതായത് നോക്കോ, ഈ ബെൻസീൻ എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് ആണോ സാച്ചുറേറ്റഡ് ആണോ, പൂരിത സംയുക്തമാണോ അപൂരിത സംയുക്തമാണോ? നോക്ക്, ഡബിൾ ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ അൺസാച്ചുറേറ്റഡ് ആണ്. 10ാം ക്ലാസ്സിൽ കുഞ്ഞുമക്കൾ പഠിച്ചതാണ് എന്തെന്ന്, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകളിൽ അപൂരിത സംയുക്തങ്ങളിൽ സാധാരണ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ അത് അഡീഷൻ റിയാക്ഷൻ ആണ്, അല്ലെ? ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടുള്ള കെമിക്കൽ കോമ്പൗണ്ടുകളിൽ നടക്കുന്നത് അഡീഷൻ ആണ്. അതേസമയം സിംഗിൾ ബോണ്ട് മാത്രമുള്ള സാച്ചുറേറ്റഡ് കോമ്പൗണ്ടിൽ നടക്കുന്നത് എന്താണ്? അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനമാണ് നടക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതെന്താണ്? ഇത് അൺസാച്ചുറേറ്റഡ് അല്ലേ? ബെൻസീൻ അൺസാച്ചുറേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ബെൻസീനിൽ നടക്കേണ്ടത് അഡീഷൻ അല്ലേ? പക്ഷെ ബെൻസീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? സാധാരണ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് പോലെയല്ല, ഇവിടെ അഡീഷൻ നടക്കും, സബ്സ്റ്റിറ്റ്യൂഷനും നടക്കും, രണ്ടും നടക്കും. അപ്പൊ ഇവിടത്തെ ഡബിൾ ബോണ്ടിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, ഇവിടത്തെ ഡബിൾ ബോണ്ടിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് സിംഗിൾ ബോണ്ടിനെ പോലെ ആക്ട് ചെയ്യുന്ന ഡബിൾ ബോണ്ടാണ്, അങ്ങനെ പറയാം. സിംഗിൾ ബോണ്ടിനെ പോലെ ആക്ട് ചെയ്യുന്ന ഡബിൾ ബോണ്ടാണ്. ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉള്ളത് കൊണ്ട് അഡീഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നു. അതേസമയം സിംഗിൾ ബോണ്ട് ക്യാരക്ടർ ഉള്ളത് പോലെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും അണ്ടർഗോ ചെയ്യുന്നു. അപ്പൊ എന്തോ പ്രത്യേകതയുള്ള ഒരു എന്താ പറയാ സ്ട്രക്ചറാണ് ഈ ബെൻസീനുള്ളത്. ഇനി വേറെന്താ അറിയാവുക, ഈ ബെൻസീന്റെ സ്ട്രക്ചർ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് വഴി അനലൈസ് ചെയ്തപ്പോൾ എന്തോ ഒരു കാര്യം കണ്ടെത്തി. എന്തിനറിയാവുക, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അവിടെ കണ്ടെത്താൻ പറ്റിയത്. സാധാരണ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് എടുക്കുമ്പോൾ ട്രിപ്പിൾ ബോണ്ടിന്റെ ലെങ്ത് കുറവാണ്, അതിനേക്കാൾ കുറവായിരിക്കും ഇതിനേക്കാളും ട്രിപ്പിൾ ബോണ്ടിന്റെ ലെങ്ത് കുറവാണ്, അതിനേക്കാൾ കൂടുതലാണ് ഡബിൾ ബോണ്ടിന്റെ ലെങ്ത്, അതിനേക്കാൾ കൂടുതലാണ് സിംഗിൾ ബോണ്ടിന്റെ ലെങ്ത്. സിംഗിൾ ബോണ്ടിന് ലെങ്ത് കൂടുതലായിരിക്കണം, ഡബിൾ ബോണ്ടിന് കുറവായിരിക്കണം, ട്രിപ്പിൾ ബോണ്ടിന് വളരെ കുറവായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബെൻസീനിലെ 3 ഡബിൾ ബോണ്ടുകൾക്ക് ഒരേ ലെങ്ത്, 3 സിംഗിൾ ബോണ്ടുകൾക്ക് ഒരേ ലെങ്ത് ആയിരിക്കണം. ആണോ? അല്ലെ? അങ്ങനെയല്ല വേണ്ടത്. അതേപോലെ തന്നെ ഇതിനേക്കാളും ലെങ്ത് കുറവായിരിക്കണം ഇതിന്റെ ലെങ്ത്. പക്ഷെ ബെൻസീനിലെ 6 ബോണ്ടുകൾ 1 2 3 4 5 6 ആ ഹെക്സഗണിലെ 6 ബോണ്ടുകൾക്കും ഒരേ ലെങ്ത് ആണ്. പക്ഷെ ആ ലെങ്ത് സിംഗിൾ ബോണ്ടിന്റെ ലെങ്ത്തും അല്ല, ഡബിൾ ബോണ്ടിന്റെ ലെങ്ത്തും അല്ല, അതിന്റെ ഇടക്കാണ്. സിംഗിൾ ബോണ്ടിന്റെയും ഡബിൾ ബോണ്ടിന്റെയും ലെങ്ത്തിന്റെ ആവറേജ് ആണ് ബെൻസീനിലെ ഈ ബോണ്ടുകളുടെ ലെങ്ത്. എല്ലാ ബോണ്ടുകൾക്കും ഒരേ ലെങ്ത്, അത് സിംഗിൾ ബോണ്ടിനേക്കാൾ കുറവാണ്, ഡബിൾ ബോണ്ടിന് വേണ്ടതിനേക്കാൾ കൂടുതലുമാണ്. ഇങ്ങനെ എന്തെല്ലോ പെക്യുലാരിറ്റീസ് ആണ് നമ്മൾ ഈ ബെൻസീനിലുള്ളത്. അപ്പൊ അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു കോൺസെപ്റ്റ് ആണ് റെസൊനൻസ്. ഓക്കെ, കേൾക്കണേ, റെസൊനൻസ്. ഇത് ഫിസിക്സിലൊരു റെസൊനൻസ് ഉണ്ട്, അതല്ല. ഫിസിക്സിലൊരു റെസൊനൻസ് ഉണ്ട്, അതല്ലേ അല്ല. ഇത് വേറെ റെസൊനൻസ്. എന്തിനറിയാം ഈ റെസൊനൻസ് കോൺസെപ്റ്റ് എന്തെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വേറൊരു രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് പറയാം. എന്താണ് ഇവിടുത്തെ കുഴപ്പങ്ങൾ എന്ന് മനസ്സിലായല്ലോ? ഒരു കോമ്പൗണ്ടിന് ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല സെയിം തന്നെ. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല C6H6, അതിന്റെ മോളിക്കുലാർ ഫോർമുല C6H6. പക്ഷെ ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല അല്ല, അത് വേറെയാണ്. പക്ഷെ കോമ്പൗണ്ട് രണ്ടും ഒന്നാണെന്ന് പറയുന്നു. ഓക്കെ, ഈ ഒന്നായ കോമ്പൗണ്ടിന്റെ C6H6ന്റെ എല്ലാ പ്രോപ്പർട്ടിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ സ്ട്രക്ചർ പറ്റൂല, ആ സ്ട്രക്ചറും പറ്റൂല. ഓക്കെ, പിന്നെ വേറെയും ചില പ്രശ്നങ്ങൾ. അപ്പൊ ഇതെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കോൺസെപ്റ്റ് ആണ് റെസൊനൻസ്. അപ്പൊ എന്താണ് റെസൊനൻസ് എന്ന് പറഞ്ഞാല് ആക്ച്വലി എന്താ സംഭവം അറിയാവോ?
ഇത് തന്നെയാണ് ചിലപ്പോൾ അത് ഇതായിട്ട് മാറുകയാണ്, ഇത് അതായിട്ട് മാറുകയാണ്, അത് ഇതായിട്ട് മാറുകയാണ്. എങ്ങനെയാണ് അറിയാവുക? ഇവിടെ കണ്ടോ, ഡബിൾ ബോണ്ടിന്റെ പൊസിഷനല്ലേ ഈ മാറുന്നത്. ഇവിടെ ഉണ്ടായ ഡബിൾ ബോണ്ട് കുറച്ച് കഴിയുമ്പോൾ അവിടെ കാണുന്നു, അവിടെ ഉണ്ടായ ഡബിൾ ബോണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കാണുന്നു, ഇവിടെ ഉണ്ടായ ഡബിൾ ബോണ്ട് ഇവിടെ കാണുന്നു അല്ലെ. ഇവിടെ ഉണ്ടായത് അത് ഇവിടെ കണ്ടു, അവിടെ ഉണ്ടായത് ഇവിടെ കണ്ടു, ഇവിടെ ഉണ്ടായത് ഇവിടെ കണ്ടു, ഇവിടെ ഉണ്ടായത് ഇവിടെ കണ്ടു. അതായത് ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ പൈ ഇലക്ട്രോൺസ് അല്ലേ. മനസ്സിലാകുന്നുണ്ടോ? ഡബിൾ ബോണ്ട് പൈ ബോണ്ടാണ്. ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് പൈ ബോണ്ടാണ്. പൈ ബോണ്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് പൈ ഇലക്ട്രോൺസ്. എന്താ സംഗതി എന്നറിയാവിടെ കുഞ്ഞോളെ? ഈ പൈ ഇലക്ട്രോൺസ് നേരെ ശ്രദ്ധിക്കണം. ഈ പൈ ഇലക്ട്രോൺസ്, അതായത് ഈ ഇലക്ട്രോൺ പെയർ, ഇതാ ഈ ഇലക്ട്രോൺ പെയർ, ഡബിൾ ബോണ്ടിൽ ഇലക്ട്രോൺ പെയർ ഉണ്ടല്ലോ, അത് അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് മാറുന്നു, ഡീലോക്കലൈസ് ചെയ്യുന്നു. ഈ പൈ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരുന്നു. ഓക്കെ, അതായത് ഇവിടെ ഉണ്ടായ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് വരുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബോണ്ടാവും. ഇവിടെ ബോണ്ടാകുമ്പോൾ ഒരു പ്രശ്നം വന്നതെന്ന് അറിയാം. ഈ കാർബണിന് ചുറ്റും 5 ബോണ്ടാവും. ഈ ബോണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 1 2 3 4 5 അത് പറ്റില്ല. ഒരു കാർബണിന്റെ ബാലൻസ് 5 ആയി കൂടല്ലോ, 4 അല്ലേ. അപ്പൊ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഓടി വരുമ്പോൾ ഈ ഇലക്ട്രോൺസ് പൈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഓടി വരുന്നു. അപ്പൊ ഇവിടെ പ്രശ്നം വരും, ഇതിന് ചുറ്റും 5 ആവും. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് ഓടി വരും. അപ്പോഴാണ് ഇതായത്. ഓക്കെ, അപ്പൊ വീണ്ടും അവിടെ നിൽക്കുന്നില്ല, അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇത് ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഓടിക്കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങോട്ട് ഇങ്ങനെ ഇതായിട്ട് മാറി. അവിടെ വീണ്ടും ഓടിക്കളി വീണ്ടും നടക്കാം. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങോട്ട് വരുന്ന ഇതാവുന്നു. അത് വീണ്ടും ഇങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ എന്താ പറയാ, റിങ്ങിലെ കൂടിയിട്ട് പൈ ഇലക്ട്രോൺസ് ഓടിക്കളിക്കുന്നു. പൈ ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് ഫിക്സ്ഡ് അല്ല, ഇതിങ്ങനെ നിന്നിട്ട് ഇതാ ഓടിക്കളിച്ചിട്ട് അവിടെ ഫിക്സ് ആയി നിൽക്കുന്നില്ല. കുറച്ച് സമയം അവിടെ റെസ്റ്റ് എടുത്തു, പിന്നെ ഇതായിട്ട് മാറുന്നു, റെസ്റ്റ് എടുത്തു, പിന്നെ ഇതായിട്ട് മാറുന്നു, റെസ്റ്റ് എടുത്തു. അങ്ങനെയല്ല, അതിങ്ങനെ ഡീലോക്കലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ശരിക്കും അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിയാവോ? ഏതാ മാറുന്നത്? പൈ ഇലക്ട്രോൺസിന്റെ പൊസിഷനാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സിംഗിൾ ബോണ്ട് അവിടെ തന്നെ ഉണ്ട്, അതിനൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ എന്താവെന്ന് അറിയാവോ? ബെൻസീന്റെ സ്ട്രക്ചർ എങ്ങനെ എന്താവെന്ന് അറിയാവോ? ഇത് കുറച്ച് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ആറ്റങ്ങളും നമ്മൾ കാണിക്കുന്നില്ല, ഒന്ന് കുറച്ച് സിമ്പിൾ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ആറ്റങ്ങളൊന്നും കാണിക്കാതെ ബെൻസീന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരക്കൽ. ഇതിന്റെ പേരാണ് ബോണ്ട് ലൈൻ ഫോർമുല. അത് നമ്മൾ ഓർഗാനിക്കലി പഠിക്കും കേട്ടോ. ഇതാ ആറ്റങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇവിടെ CH ഉണ്ട്, CH ഉണ്ട്, CH ഉണ്ട്, CH ഉണ്ട്, ഒന്നും കാണിക്കുന്നില്ല. ഇത് രണ്ടാമത്തെ സ്ട്രക്ചർ. ഓക്കെ, അതായത് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാറിയിട്ടുള്ള സ്ട്രക്ചർ. ഇവിടെ ഇലക്ട്രോൺസിന് ഇതാ ഡീലോക്കലൈസേഷൻ, 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 ഡീലോക്കലൈസേഷൻ. ഓക്കെ, അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടാവുന്ന അറിയാവോ? ശരിക്കുള്ള സ്ട്രക്ചർ, ബെൻസീന്റെ ശരിക്കുള്ള സ്ട്രക്ചർ ഇതും അല്ല, ഇതും അല്ല. ഓക്കെ, ഇലക്ട്രോൺസ് ഇവിടെ വന്ന് നിന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുന്നില്ല, അതുകൊണ്ട് ഒരിക്കലും ഈ രീതിയിൽ ബെൻസിനെ കാണൂല. അതേപോലെ ഇവിടെയും കാണൂല. പിന്നെ ബെൻസിൻ എങ്ങനെ ഉള്ളതെന്ന് അറിയാവോ? നേരെ ശ്രദ്ധിച്ചോ, ബെൻസീന്റെ ശരിക്കുള്ള സ്ട്രക്ചർ ഇതുമല്ല, ഇതുമല്ല, ഇതിന്റെ ഇടക്കുള്ള സ്ട്രക്ചർ ആണ്. ഇതല്ല, ഇതല്ല, ഇതിന്റെ ഇടക്കുള്ള സ്ട്രക്ചർ ആണ്. അതെന്താ അറിയാവോ? ആ ഡബിൾ ബോണ്ട് 6 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ കൂടി ഡബിൾ ബോണ്ട് ഇങ്ങനെ ഓടിക്കളിക്കുന്നു. 6 കാർബൺ ആറ്റങ്ങൾക്കിടയിലൂടെ ആ ഡബിൾ ബോണ്ട്, ഐ മീൻ പൈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഓടിക്കളിക്കുന്നു. അപ്പൊ എല്ലാ ബോണ്ടുകൾക്കും ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരും. പക്ഷെ അത് ഫുള്ള് ഡബിൾ ബോണ്ട് അല്ലാതെ സിംഗിൾ ബോണ്ടും കൂടിയാണ്. ഡബിൾ ബോണ്ടാണ് ഫിക്സ് ആയിട്ട് നിൽക്കുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഡബിൾ ബോണ്ട് ക്യാരക്ടറും വരും, സിംഗിൾ ബോണ്ട് ക്യാരക്ടറും വരും. അങ്ങനെയാണ് അതിൽ അഡീഷനും സബ്സ്റ്റിറ്റ്യൂഷനും രണ്ടും നടക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെയുള്ള പൈ ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷന് പറയുന്ന പേരാണ് ആക്ച്വലി റെസൊണൻസ്. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല എഴുതേണ്ടത്. റെസൊണൻസിന് കാരണമാണ് ആക്ച്വലി ഡീലോക്കലൈസേഷൻ. എന്താണ് എഴുതേണ്ടത് അറിയാവോ? ഒരു മോളിക്യൂളിനെ നേരെ ശ്രദ്ധിക്കണം. ഒരു മോളിക്യൂളിന് ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറുകൾ അസൈൻ ചെയ്യാൻ സാധിക്കുന്നു. ഒരു കെമിക്കൽ കോമ്പൗണ്ടിന് ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറൽ ഫോർമുല അസൈൻ ചെയ്യാൻ സാധിക്കുന്നു. പക്ഷെ അതിൽ ഒന്നും ആ കോമ്പൗണ്ടിന്റെ മുഴുവനായിട്ടുള്ള പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നില്ല. അതുപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല.
എങ്കിൽ അതിൻ്റെ ശരിക്കുള്ള സ്ട്രക്ചർ ആ ഒന്നിൽ കൂടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ശരിക്കുള്ള സ്ട്രക്ചർ ആ സ്ട്രക്ചറുകൾക്കിടയിൽ എവിടെയോ ആണുള്ളത്. ഓക്കെ, ആ ഫിനോമിനന് പറയുന്ന പേരാണ് റെസൊണൻസ്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഇഫ് എ മോളിക്യൂൾ ക്യാൻ ബി അസൈൻഡ്, കേൾക്കണേ, ഇഫ് എ മോളിക്യൂൾ, കേൾക്കണം, ഇഫ് എ മോളിക്യൂൾ ക്യാൻ അസൈൻഡ്, if a molecule can be assigned more than one structural formula. No, ഞാൻ ഇംഗ്ലീഷ് ഫോർമുല എന്ന് പറഞ്ഞാലും മതി. more than one structural formula okay, each of which can explain most of but not complete properties of the compound, then the actual structure is somewhere between the possible structures. The actual structure is somewhere between the actual structure is somewhere between the possible structure. Between possible structures. And this phenomenon is called resonance. എന്താണ്? ഒരു മോളിക്യൂളിന് ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറൽ ഫോർമുല അസൈൻ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ആ ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറിൽ ഏത് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടും കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് വന്നാൽ അതിന്റെ ശരിക്കുള്ള സ്ട്രക്ചർ ആ പോസിബിൾ സ്ട്രക്ചറിന്റെ അടുത്ത് എവിടെയോ ആണ്. ആ ഫിനോമിനനെ പറയുന്ന പേരാണ് റെസൊണൻസ്. അപ്പൊ ബെൻസീനിലെ റെസൊണൻസ് ആണ് മാഷ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതല്ല ബെൻസീന്റെ ആക്ച്വൽ സ്ട്രക്ചർ, ഇതല്ല ആക്ച്വൽ സ്ട്രക്ചർ. ഈ പോസിബിൾ സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ്, കേൾക്കണേ, ഇത് ബെൻസീന്റെ പോസിബിൾ സ്ട്രക്ചേഴ്സ് ആണല്ലോ. ആ പോസിബിൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന പേരുണ്ട്, അതിന്റെ പേരാണ് കാനോണിക്കൽ സ്ട്രക്ചേഴ്സ്. അല്ലെങ്കിൽ അതിന് പറഞ്ഞ വേറൊരു പേരാണ് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ്. അല്ലെങ്കിൽ അതിന് പറഞ്ഞ വേറൊരു പേരാണ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ്, റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഇതൊരു കാനോണിക്കൽ സ്ട്രക്ചർ ആണ്, ഇത് വേറൊരു കാനോണിക്കൽ സ്ട്രക്ചർ ആണ്. ഇത് കോൺട്രിബ്യൂട്ടീവ് സ്ട്രക്ചേഴ്സ് ആണ്, ഇതെന്താണ്, അല്ലെങ്കിൽ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ആണ്. ഈ ശരിക്കുള്ള സ്ട്രക്ചർ ഇതിന്റെ എല്ലാം ഒരു ഹൈബ്രിഡ് ആണെന്ന് പറയാം. ഓക്കെ, ഇതാണ് ശരിക്കുള്ള സ്ട്രക്ചർ. ഈ ശരിക്കുള്ള സ്ട്രക്ചർ ഇതിന്റെ ഒരു റെസൊണൻസ് ഹൈബ്രിഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരാണ് റെസൊണൻസ് ഹൈബ്രിഡ് ഓഫ്, കേൾക്കണേ, റെസൊണൻസ് ഹൈബ്രിഡ് ഓഫ് പോസിബിൾ സ്ട്രക്ചർ ഓർ ആക്ച്വൽ സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതിന്റെയും ഇക്വിവാലന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഇത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇനി എക്സാമ്പിൾ കൂടുതലായിട്ട് നമുക്ക് പറയാം. അപ്പൊ ബെൻസീനിൽ റെസൊണൻസ് ഉണ്ട്. ബെൻസീനിൽ റെസൊണൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളെ മനസ്സിലേക്ക് വരേണ്ടത്, ഇത് ഡെഫിനിഷൻ ആയിട്ട് ഇത് പറയെങ്കിലും എന്താണ് റെസൊണൻസ്, എവിടെയെങ്കിലും റെസൊണൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് അവിടെയുള്ള പൈ ബോണ്ടിന് ഡീലോക്കലൈസേഷൻ സംഭവിക്കുന്നു. ഓക്കെ, സോ റെസൊണൻസ് ഈസ് ആക്ച്വലി due to the delocalization of pi electrons. ഓക്കെ, അത് മനസ്സിൽ വെച്ചേക്കാം. അപ്പൊ ഞാൻ ബെൻസീനിലെ ഡീലോക്കലൈസേഷൻ വായിക്കാണ്. ഓക്കെ, ഇതാ ബെൻസീനിലെ ഡീലോക്കലൈസേഷൻ മാഷ് വായിച്ചു. അപ്പോ മനസ്സിൽ കൊണ്ടുപോകാൻ ഒന്നാമത്തെ പോയിന്റ്, ഇതിന്റെ 2-3 കാര്യങ്ങൾ മാഷ് പറയാണ്. ഒന്ന്, ബെൻസീനില് എന്ന് വേണ്ട എവിടെയെങ്കിലും ഒരു റെസൊണൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പൈ ഇലക്ട്രോൺസിന് ഡീലോക്കലൈസേഷൻ സംഭവിച്ചു. സോ
Resonance is due to the delocalization of pi electrons. ഓക്കെ, അടുത്തത് ഇപ്പൊ ഞാൻ ബെൻസീന്റെ 2-3 സ്ട്രക്ചർ വരച്ചത് കുഞ്ഞൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ എന്താ പറയാ ഒരു സ്ട്രക്ചർ, ഇത് വേറൊരു സ്ട്രക്ചർ, ഇതാണ് റെസൊണൻസ് ഹൈബ്രിഡ്. ഈ റെസൊണൻസ് ഹൈബ്രിഡിന്റെ എനർജി ഇതിന്റെ എനർജി, റെസൊണൻസ് ഹൈബ്രിഡിന്റെ എനർജി എന്ന് പറയുന്നത് ഈ കാനോണിക്കൽ സ്ട്രക്ചേഴ്സിന്റെ എനർജിനേക്കാൾ കുറവാണ്. ഇതിന്റെ എനർജി എത്രയാണോ അതിനേക്കാൾ കുറവാണ് ഇതിന്റെ എനർജി. ഓക്കെ, എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ റെസൊണൻസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ എനർജി കുറയുന്നു എന്നാണ് അർത്ഥം. ഇതിൽ റെസൊണൻസ് സംഭവിച്ചുകൊണ്ടുണ്ട്, അതെന്ത് ചെയ്യുന്നു? സിസ്റ്റത്തിന്റെ എനർജി കുറക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏതൊരു സിസ്റ്റത്തിന്റെയും എനർജി കുറയുമ്പോൾ അത് എന്തിന് കാരണമാകും? അതിന്റെ സ്റ്റെബിലിറ്റി കൂടാൻ വേണ്ടി കാരണമാകും. That means resonance stabilizes a molecule. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. Resonance stabilizes a molecule. Resonance stabilizes a molecule. Why? The energy of the resonance hybrid is always less than the canonical structures. Okay, that means there is a decrease in energy during the resonance, which means the resonance stabilizes a molecule. സംശയം എന്തേത്? എടോ, ഓടിക്കളിക്കാൻ എനർജി സ്പെൻഡ് ചെയ്യണ്ടേ? ഇലക്ട്രോൺസ് ഓടിക്കളിക്കുകയാണ്, അപ്പൊ തീർച്ചയായിട്ടും എനർജി കുറഞ്ഞുകൊണ്ട് വരും. അതാണ് പറഞ്ഞത് എനർജി കുറയുന്നു എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. അടുത്തത്, അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ എനർജിനേക്കാൾ കുറവാണ് ഇതിന്റെ എനർജി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിന്റെ എനർജിയിൽ വ്യത്യാസം ഉണ്ടാകും. ഇതിന് 15 ജൂളും ഇതിന് 10 ജൂളും എങ്കിൽ എനർജിയിലുള്ള ഡിഫറൻസ് എത്ര? 5 ജൂള്. ആ ഡിഫറൻസ്, എനർജിയിലുള്ള ഡിഫറൻസിന് പറഞ്ഞ പേരാണ് റെസൊണൻസ് എനർജി. റെസൊണൻസ് എനർജി. ഓക്കെ, റെസൊണൻസ് എനർജി, എനർജിയിലുള്ള ഡിഫറൻസ് ആണ് റെസൊണൻസ് എനർജി. ആ ഡിഫറൻസ് കൂടുതലാണെന്ന് വിചാരിക്കും. കുറെ മോളിക്യൂൾസ് നിങ്ങൾ എടുത്തു, അതിൽ ഒരു മോളിക്യൂളില് റെസൊണൻസ് നടക്കുന്ന ഒരുപാട് കോമ്പൗണ്ട് എടുത്തു. ആ കോമ്പൗണ്ടുകളിൽ ഏതിലാണോ റെസൊണൻസ് എനർജി കൂടുതൽ, അതിന്റെ അർത്ഥം എന്താ? അവിടെ റെസൊണൻസ് നടക്കുമ്പോൾ ഒരുപാട് എനർജി ലോസ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് സ്റ്റേബിൾ ആണ്. That means higher the resonance energy, greater the stability. സംശയമില്ലല്ലോ. Higher the resonance energy, greater the stability. Click. Okay, next. പിന്നെ ഒരു കാര്യം, ഈ റെസൊണൻസ് നടക്കുന്ന സമയത്ത് സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ഉണ്ടല്ലേ റെസൊണൻസ് നടക്കത്തുള്ളൂ. അല്ല, പൈ ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷൻ നടക്കണമെന്നല്ലേ പറഞ്ഞത്. പൈ ഇലക്ട്രോൺസ് വേണമെങ്കിൽ ഡബിൾ ബോണ്ട് വേണം. അപ്പൊ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വേണം. സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്, ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ സിംഗിൾ ആൻഡ് ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകളിൽ മാത്രമേ റെസൊണൻസ് നടക്കത്തുള്ളൂ. ഓക്കെ, അങ്ങനെ റെസൊണൻസ് നടക്കുന്ന മോളിക്യൂളുകളിൽ സിംഗിൾ ബോണ്ടിനും ഡബിൾ ബോണ്ടിനും അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിനും ഒരേ ലെങ്ത് ആയിരിക്കും. റെസൊണൻസ് ഉണ്ടെങ്കിൽ ഒരേ ലെങ്ത് ആയിരിക്കും. അത് നമ്മൾ എന്തിൽ കണ്ടിട്ടുണ്ട്? ബെൻസീനിൽ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ലെങ്ത് ഏതാണ്? സിംഗിൾ ബോണ്ടിന്റെ ലെങ്ത്തിനേക്കാൾ കുറവാണ്, ഡബിൾ ബോണ്ടിന്റെ ലെങ്ത്തിനേക്കാൾ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ റെസൊണൻസ് ഒരു മോളിക്യൂളിൽ നടന്നു കഴിഞ്ഞാൽ അത് ബോണ്ട് ലെങ്ത്തിനെ ആവറേജ് ചെയ്യുന്നു. അങ്ങനെയാണ് ബെൻസീനിലെ എല്ലാ ബോണ്ടുകളുടെയും ലെങ്ത് ഒന്നായത്, സെയിം ആയത്, വിച്ച് ഈസ് ഇൻ ബിറ്റ്വീൻ ദി സിംഗിൾ ബോണ്ട് ആൻഡ് ഡബിൾ ബോണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ റെസൊണൻസിന് 2-3 എക്സാമ്പിളുകൾ കൂടി പഠിക്കാം. ബെൻസീനിലെ റെസൊണൻസ് കുഞ്ഞുങ്ങൾ കണ്ടു. ഇനി നമ്മുടെ ഓസോൺ മോളിക്യൂളിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം. ഓസോണിന്റെ ഒരു ലൂയിസ് സ്ട്രക്ചർ ആണ്, പോസിബിൾ ആയിട്ടുള്ള ലൂയിസ് സ്ട്രക്ചർ ആണ് ഇതാ. ഇതാണല്ലോ ഓസോണിലെ 3 ഓക്സിജൻ മോളിക്യൂൾസ്. നിങ്ങൾക്കറിയാം ബോണ്ടിങ് നടന്നു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ കേൾക്കണേ, ഇപ്പൊ എന്തായി? ഈ 2 8 ഇലക്ട്രോൺസ് ആയില്ലേ? കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടാ? ഈ 2 8 ഇലക്ട്രോൺസ് ആയില്ലേ? 2 4 6 8 2 4 6 8. അപ്പൊ 2 ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയി. നമ്മളെന്താ പറഞ്ഞതാണ് ഓസോണ്ടത്. ഇനി ഇതിലെ ഒക്ടേറ്റ് 2 6 ഉണ്ട്, 2 വേണം. പക്ഷെ എന്ത് ചെയ്യുന്നു? മ്യൂച്വൽ ഷെയറിംഗ് ആവശ്യമില്ല. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോൺ പേര് ഇങ്ങോട്ട് ഷെയർ ചെയ്യും, ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ അവിടെ ഒരു കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാവും. ഓക്കെ, പക്ഷെ കോർഡിനേറ്റ് ബോണ്ട് ആക്ച്വലി എന്ത് തന്നെയാണ്? കോവാലന്റ് ബോണ്ട് തന്നെയാണ്. നിങ്ങൾ കേൾക്കണേ,
ഒരു ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടല്ലോ, അത് സിംഗിൾ ബോണ്ടിനെ പോലെ തന്നെയാണ്. സിംഗിൾ ബോണ്ടിന്റെ അതേ ലെങ്ത് ആണ്. ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരാൾ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു, മറ്റൊരാൾ വാങ്ങുന്നതേ ഉള്ളൂ. രണ്ടുപേരും കൊടുക്കുന്നു, രണ്ടുപേരും വാങ്ങുന്നു, അങ്ങനെയില്ല. മ്യൂച്വൽ ഷെയറിംഗ് അല്ല എന്നേ ഉള്ളൂ. മ്യൂച്വൽ ഷെയറിംഗ് അല്ലാതെ പറഞ്ഞിട്ട് അത് കോവാലന്റ് ബോണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാതിരിക്കുന്നൊന്നുമില്ല. ഓക്കെ, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരാൾ തന്നെ ആകുന്നത്, വേറൊന്നുമില്ല. അവിടെ ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നത് ഓവർലാപ്പിംഗ് ഓഫ് ഓർബിറ്റൽ വഴി തന്നെയാണ്. ഇതിന്റെ ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. സാധാരണ രീതിയിൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ രണ്ട് ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഒന്നിലൊരു ഇലക്ട്രോൺ ഉണ്ടാവും, മറ്റൊരു ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ. പക്ഷെ കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഒന്നിന് രണ്ടുണ്ടാവും, മറ്റേതിൽ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞ ശേഷം അത് കോവാലന്റ് ബോണ്ട് പോലെ തന്നെയാണ്. അതുകൊണ്ട് സാധാരണ രീതിയിൽ കോർഡിനേറ്റ് ബോണ്ടുള്ള കോമ്പൗണ്ടുകളിൽ കോർഡിനേറ്റ് ബോണ്ട് എന്ന് ചിലപ്പോൾ കാണിക്കത്തില്ല, അത് സിംഗിൾ ബോണ്ടായിട്ട് കാണിക്കും. ബുദ്ധിമുട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. കോർഡിനേറ്റ് ബോണ്ട് ഈസ് ഇക്വിവാലന്റ് ടു കോവാലന്റ് ബോണ്ട്. സോ ദിസ് ഈസ് വൺ ഓഫ് ദി ലൂസ് സ്ട്രക്ചർ ഓഫ് അവർ ഓസോൺ. അങ്ങനെയാണെങ്കിൽ ഇത് ഓസോണിന്റെ ഒരു സ്ട്രക്ചറാണ്. ഇത് ഒന്നാമത്തെ ഓക്സിജൻ, ഇത് രണ്ടാമത്തെ ഓക്സിജൻ, ഇത് മൂന്നാമത്തെ ഓക്സിജൻ. ആ കോർഡിനേറ്റ് ബോണ്ട് ഇവിടെ ഫോം ചെയ്യുന്നതിന് പകരം ഇവിടെ ഫോം ചെയ്തൂടെ, ഡബിൾ ബോണ്ട് ഇവിടെ ഫോം ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ ഓസോൺ എന്ന് പറയുന്ന കോമ്പൗണ്ടിന് വേറൊരു ലൂയിസ് സ്ട്രക്ചർ കൂടി പോസിബിൾ ആണ്. ഇതാ ഇങ്ങനെ ഒരു ലൂയിസ് സ്ട്രക്ചർ കൂടി പോസിബിൾ ആണ്. ഇവിടെ ഒരു 6 ഇലക്ട്രോൺ, ഇവിടെ ഒരു 4 ഇലക്ട്രോൺ, ഇവിടെ ഒരു 2 ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ വ്യത്യസ്ത ബോണ്ട് ലെങ്ത് ഉള്ള 2 ബോണ്ടുകൾ ഓസോണിൽ വേണം. ഒരു ബോണ്ട് ലെങ്ത് കുറവുള്ള OO ഡബിൾ ബോണ്ട്, ബോണ്ട് ലെങ്ത് കൂടുതലുള്ള OO സിംഗിൾ ബോണ്ട് വേണ്ടേ? പക്ഷെ ഓസോണിനെ അനലൈസ് ചെയ്തപ്പോൾ ഓസോണിലുള്ള 2 ബോണ്ടിന്റെയും ലെങ്ത് സെയിം ആണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ഫിനോമിനൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവണം. എന്താണ്? ഇവിടുത്തെ പൈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഡീലോക്കലൈസ് ചെയ്യുന്നു, അപ്പോൾ ഇതായി. ഇവിടുത്തെ പൈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഡീലോക്കലൈസ് ചെയ്യുന്നു, അപ്പോൾ ഇതായി. That means the actual structure of ozone lie in between these two possible structure, which is നമുക്ക് അതിങ്ങനെ കാണിക്കാം. സിംഗിൾ ബോണ്ട് എന്തായാലും ഉണ്ട്, ഡബിൾ ബോണ്ട് ഇതിന്റെ അടുത്ത് ഇതിങ്ങനെ ഡീലോക്കലൈസ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഓസോണിന്റെ ആക്ച്വൽ സ്ട്രക്ചർ. അതായത് റെസൊണൻസ് ഹൈബ്രിഡ് ഇതെന്താണ്? ഇത് അതിന്റെ കാനോണിക്കൽ സ്ട്രക്ചർ. റെസൊണൻസ് നടന്നത് കൊണ്ട് സിംഗിൾ ബോണ്ടിന്റെയും ഡബിൾ ബോണ്ടിന്റെയും ലെങ്ത് സെയിം ആയി, വിച്ച് ഈസ് ലെസ് ദാൻ ദി സിംഗിൾ ബോണ്ട് ആൻഡ് ഹയർ ദാൻ ദി ഡബിൾ ബോണ്ട്. ഓക്കെ, ഗ്രേറ്റർ ദാൻ ദി ഡബിൾ ബോണ്ട്. മനസ്സിലായല്ലോ? ഇതേപോലെ റെസൊണൻസ് ഉള്ള വേറെ 2 മോളിക്യൂൾ കൂടി ഉണ്ട്, അത് പഠിക്കണം. ഓക്കെ, കാർബണേറ്റ് അയോൺ അറിയാലോ, കാർബണേറ്റ് അയോൺ CO3 2- എന്താണ് അതിന്റെ സ്ട്രക്ചർ? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 3 ഓക്സിജൻ ആറ്റങ്ങൾ ഒരു കാർബൺ ആറ്റത്തിന് ചുറ്റും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ ഒന്നിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ ഡബിൾ ബോണ്ട് ഇവിടെ വന്നുകൂടെ? അതിവിടെ വന്നുകൂടെ? അതായത് ഇങ്ങനെയും ഒന്ന് പോസിബിൾ ആണ്. ഓക്കെ, ഇങ്ങനെയും പോസിബിൾ ആണ്. സോ ഒരേ മോളിക്യൂളിന് ഇതാ നമ്മൾ ഒന്നിൽ കൂടുതൽ ലൂയിസ് സ്ട്രക്ചർ അസൈൻ ചെയ്യുന്നു. ഇതിന്റെ ചാർജ് 2- ചാർജ് 2- ചാർജ് 2- ചാർജ്. ഇത് ഓക്സിജന്റെ ചാർജിനല്ല, മോളിക്യൂളിന്റെ മൊത്തത്തിലുള്ള ചാർജാണ്. കേൾക്കണേ. അപ്പോ ഇനി കാർബണേറ്റ് അയോണിലെ 3 ബോണ്ടുകളുടെ ലെങ്ത് സെയിം ആണ്. അത് ഡബിൾ ബോണ്ടിനേക്കാൾ കൂടുതലാണ്, സിംഗിൾ ബോണ്ടിനേക്കാൾ കുറവാണ്. അപ്പൊ അവിടെയും എന്ത് സംഭവിച്ചിട്ടുണ്ടാവണം? ആക്ച്വലി ഈ പൈ ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷൻ സംഭവിച്ചിട്ട് ഇത് കിട്ടിയിട്ടുണ്ടാവണം. അത് ഇങ്ങോട്ട് ഡീലോക്കലൈസ് ചെയ്യുന്നു, അപ്പൊ ഇത് കിട്ടുന്നു. അത് വീണ്ടും ഇങ്ങോട്ട് ഡീലോക്കലൈസ് ചെയ്യുന്നു, അപ്പൊ ഇത് കിട്ടുന്നു. ഓക്കെ, അത് വീണ്ടും അങ്ങോട്ട് ഇങ്ങോട്ട് ഡീലോക്കലൈസ് ചെയ്യുന്നു. സോ ആക്ച്വൽ സ്ട്രക്ചർ ഓഫ് ദിസ് കാർബണേറ്റ് അയോൺ ഈസ് ലൈക്ക് ദിസ്. അതായത് ഡബിൾ ബോണ്ടിന്റെ പ്രസൻസ് എല്ലായിടത്തും ഉണ്ട്. എവിടെ മാത്രമല്ല ഏതെങ്കിലും ഒരു കാർബണും ഒരു ഓക്സിജൻ, ഏതെങ്കിലും ഒരു ഓക്സിജൻ മാത്രമല്ല, എല്ലാ ഓക്സിജനും കാർബണിന്റെ അടുക്ക് ഡബിൾ ബോണ്ടിന്റെ പ്രസൻസ് ഉണ്ട്. ഇപ്പൊ മനസ്സിലായി എന്താണ് പിന്നെ നമ്മുടെ റെസൊണൻസ് എന്ന് പറയുന്ന സംഗതി? സംശയമൊന്നുമില്ലല്ലോ. അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ പാഠത്തിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക് കുറച്ച് വലിയ ടോപ്പിക്കാണ്, അതിലേക്ക് നമ്മൾ പോകുന്നു. അത് 2 വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.